പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയമടക്കമുള്ള സംഭവങ്ങൾ പരാമർശിച്ച് ക്രൈസ്തവ സമുദായത്തിനെതിരെ ഭീഷണി മുഴക്കി കത്ത് താമരശ്ശേരി ബിഷപ്പ് ഹൌസിലാണ് ഇന്നലെ കത്ത് ലഭിച്ചത്. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമെതിരെ ഭീഷണി മുഴക്കുന്ന കത്ത് ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിന്റെ ഓഫീസിലാണ് ലഭിച്ചത്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിൽ അബ്ദുൾ റഷീദ് എന്നയാളാണ് കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിലെ വിലാസത്തിലാണ് കത്ത്. സമുദായ സ്പർദ്ധയടക്കം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾക്കെതിരായ പരാമർശങ്ങൾ. സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയം ഞങ്ങളുടെ സ്പോൺസർഡ് പ്രോഗ്രാം ആയിരുന്നുവെന്നും PFI എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാരാണ് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്നും കത്തിൽ പറയുന്നു. ഹിജാബ് വിഷയത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രതികരണമാണ് സർക്കാരിൽ നിന്ന് ലഭിച്ചത്. ഇനിയും അത് തുടരും. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 90% വരുന്നത് ഇസ്ലാമിക വിഭാഗക്കാരിൽ നിന്നാണ്. സർക്കാരിന്റെ 90% പ്രവർത്തനങ്ങളും തങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചായതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മുഴുവൻ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ജോലികളിൽ 70% മുസ്ലിം സമുദായത്തിന് മാറ്റിവെക്കണം. ക്രിസ്ത്യാനികളും BJP-ക്കാരും RSS-കാരും എല്ലാം നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് കത്തിലുള്ളത്. കത്തിന്റെ കോപ്പി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ പ്രിൻസിപ്പലിനും അയച്ചു കിട്ടിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി.